ഹലോ സ്റ്റുഡൻസ്, ഗ്യാൻ ഇന്ത്യ ലേണിംഗ് അക്കാഡമി ഒരുക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് 9th ക്ലാസ്സിൻ്റെ ഫിസിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. വെൻ വ്യൂഡ് ഫ്രം എ ഡിസ്റ്റൻസ് പോണ്ട് അപ്പിയർ ടു ബി ഷാലോവർ ദാൻ ദി ആക്ച്വൽ, ദിസ് ഈസ് ഡ്യൂ ടു വിച്ച് ഫിനോമിനൻ. അപ്പോൾ ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിൽ അല്ലെങ്കിൽ ഒരു കുളത്തിൻ്റെയൊക്കെ അരികത്ത് നിന്നിട്ട് ഇപ്പോൾ സ്വിമ്മിംഗ് പൂളാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ അതിൻ്റെ അരികത്ത് നിന്നിട്ട് താഴോട്ട് നോക്കുകയാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിന് ഏകദേശം 8 മീറ്റർ ഡെപ്ത്തൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത്രയും ഡെപ്ത്ത് തോന്നാറില്ല. അതിൻ്റെ ഫ്ലോറ് വളരെ അടുത്തായി നമ്മൾ, അല്ലെങ്കിൽ വളരെ ഡെപ്ത്ത് കുറവാണ്, നമ്മുടെ അടുത്തായിട്ട് തോന്നും. ഇതിപ്പോൾ സ്വിമ്മിംഗ് പൂളാണ് എങ്കിൽ ഇതിന് ആക്ച്വലി 8 മീറ്റർ ഡെപ്ത്ത് ഉണ്ട്. എന്നാലും നമ്മൾ ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, ഇത് നമ്മൾ ഈ സൈഡിൽ നോക്കുമ്പോൾ ഏകദേശം ഇത്ര ഡെപ്ത് ഉള്ളതായിട്ടേ തോന്നാറുള്ളൂ സ്വിമ്മിംഗ് പൂളിൽ. പക്ഷേ എൻ്റെ ആക്ച്വൽ ഡെപ്ത് 8 മീറ്റർ ആയിരിക്കും. പക്ഷേ നമുക്ക് അത്രയും ഡെപ്ത് തോന്നാറില്ല. അത് ലൈറ്റിൻ്റെ എന്ത് ഫിനോമിനൻ കാരണമാണ് നമുക്കങ്ങനെ തോന്നുന്നത് എന്നതാണ് ചോദ്യം. എങ്ങനെ? വെൻ വ്യൂഡ് ഫ്രം എ ഡിസ്റ്റൻസ് പോണ്ട് അപ്പിയർ ടു ബി ഷാലോവർ ദാൻ ദി ആക്ച്വൽ. ഷാലോവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെപ്ത് കുറഞ്ഞതായിട്ട് തോന്നും. ലൈറ്റിൻ്റെ ഏത് ഫിനോമിനൻ ആണ് അത്? റിഫ്ലക്ഷൻ ആണോ, ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ ആണോ, റിഫ്രാക്ഷൻ ആണോ, മിറാഷ് ആണോ എന്നാണ് ചോദ്യം. നിങ്ങൾ ഈ ഓപ്ഷൻസ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ ഒരു ഓപ്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഈ ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷനും മിറാഷും ഇത് രണ്ടും റിഫ്രാക്ഷൻ്റെ തന്നെ മറ്റ് വേരിയേഷൻസ് അല്ലേ? റിഫ്രാക്ഷൻ കാരണമല്ലേ ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്? ഈ റിഫ്രാക്ഷൻ കാരണമല്ലേ മിറാഷ് ഉണ്ടാവുന്നത്? അപ്പോൾ ഇത് രണ്ടും നമുക്കൊരു ഓപ്ഷനായിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ലൈറ്റിൻ്റെ 2 ഫിനോമിനെ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് റിഫ്ലക്ഷൻ, മറ്റത് റിഫ്രാക്ഷൻ. ഇതിൽ ഉത്തരം റിഫ്രാക്ഷനാണ്. ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ കാരണമാണ് നമുക്ക് പോണ്ടിൻ്റെ ഡെപ്ത് കുറവായിട്ട് തോന്നുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. നമ്മുടെ ഇവിടെ റിഫ്ലക്ഷൻ നമുക്കൊരു ഓപ്ഷനായിട്ട് എടുക്കാം. പക്ഷേ റിഫ്രാക്ഷൻ തന്നെയാണ് ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷനായിട്ട് മിറാഷായിട്ട് മാറുന്നത്. അപ്പോൾ റിഫ്രാക്ഷനാണ് ഇവിടുത്തെ ഈ ഫിനോമിനൻ എന്ന് മനസ്സിലാക്കുക. ഓപ്ഷനിൽ തന്നെ ഇങ്ങനെ കുഞ്ഞു തെറ്റുകൾ നമുക്ക് വരുത്താൻ സാധ്യത അവർ തന്നെ ഇട്ട് തരും. നമ്മൾ ചിലപ്പോൾ ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷനൊക്കെ എഴുതും. തെറ്റാണ്, റിഫ്രാക്ഷനാണ് ഇവിടുത്തെ ഫിനോമിനൻ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഈ ചോദ്യം നോക്കിയാൽ, രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദി ഗ്രൂപ്പ്. ഇതിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ABCD 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് നമ്മുടെ ഗ്രൂപ്പിൽ പെടാത്തതെന്നാണ് ചോദ്യം. ഞാൻ മറ്റൊരു കാര്യം പറയാം. നമ്മുടെ ഈ പലപ്പോഴായിട്ട് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒക്കെ സൈഡിൽ നിന്നിട്ട് അധികം ആഴമില്ല എന്ന് പറഞ്ഞ് പല കുട്ടികളും എടുത്ത് ചാടി നോക്കാറുണ്ട്. നമുക്ക് കാണുമ്പോൾ വലിയ ആഴമായിട്ടൊന്നും തോന്നില്ല. പക്ഷേ ചാടി നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആഴം അറിയാൻ പറ്റും. അവസാനം വെള്ളം കുടിച്ച് അവിടെ നിന്ന് ആരെങ്കിലും പിടിച്ച് പൊക്കി കയറ്റി മൂക്കിൽ കൂടെയും വായി കൂടെയും വെള്ളം ചാടി, അപ്പം നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ആഴം അറിയാൻ പറ്റും. പലപ്പോഴും ഒരു പോണ്ടോ അല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെയൊക്കെ നമ്മൾ ഡെപ്ത് ഒരിക്കലും മുകളിൽ നിന്ന് അളക്കാൻ നോക്കരുത്. സ്വിമ്മിംഗ് പൂളാണ്, അതിൻ്റെ സൈഡിലൊക്കെ എഴുതിയിട്ടുണ്ടാവും ഡെപ്ത്. പല കുട്ടികളും ഇതിന് ആഴം കുറവാണ് എന്ന് തോന്നി എടുത്ത് ചാടാറുണ്ട്. അത് എന്താ പറയുക, സാധാരണ നടക്കുന്ന സംഭവങ്ങളാണ്. ഇത് നോക്കിയോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്. ഇതിലേതാണ് ഈ ഗ്രൂപ്പിൽ പെടാത്തത്? മൂവിങ് എ കാർ ബൈ പുഷിങ് ഇറ്റ് ഫ്രം ഔട്ട്സൈഡ്. നമ്മൾ പുറത്തുനിന്നൊരു കാർ തള്ളുന്നു, അത് ഒന്നാമത്തത്. രണ്ടാമത്തത്, ദ ടീം വിച്ച് പുൾസ് വിത്ത് മോർ ഫോഴ്സ് വിൻ എ ടഗ് ഓഫ് വാർ. ടഗ് ഓഫ് വാർ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? വടംവലി ഏത് ടീമാണോ നല്ല ഫോഴ്സ് കൊടുത്ത് വലിക്കുന്നത് അവർ വിജയിക്കും. ആദ്യത്തെ ഓപ്ഷൻ കാർ പുറത്തുനിന്ന് തള്ളുന്നു. രണ്ടാമത്തത് ടഗ് ഓഫ് വാറിൽ ഏത് ടീമാണോ നല്ല ഫോഴ്സിൽ വലിക്കുന്നത് അവർ വിജയിക്കുന്നു. മൂന്നാമത്തതോ, മൂവിങ് എ ടേബിൾ ബൈ പുള്ളിങ് ഇറ്റ് ഫ്രം വൺ സൈഡ്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒരു ടേബിളിനെ വലിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ മുന്നേ ഒരു ടേബിളുണ്ട്, നമ്മൾ ആ ടേബിളിനെ ഒരു സൈഡിൽ പിടിച്ച് വലിക്കുന്നു. അതിൻ്റെ നാലാമത്തെ ഓപ്ഷൻ, ട്രൈങ് ടു മൂവ് എ കാർ ബൈ പുഷിങ് ഇറ്റ് ഫ്രം ഇൻസൈഡ്. നമ്മളൊരു കാറിനെ അതിൻ്റെ അകത്തിരുന്ന് തള്ളാൻ നോക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഏതാണ് ഓപ്ഷൻ. ട്രൈങ് ടു മൂവ് എ കാർ ബൈ പുഷിങ് ഇറ്റ് ഫ്രം ഇൻസൈഡ്. ഏതെങ്കിലും കാറ് അകത്തിരുന്ന് തള്ളി എന്ന് പറഞ്ഞ് മൂവ് ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരു കാറ് നമ്മൾ അകത്തിരുന്ന് തള്ളി അത് മുന്നോട്ട് പോകാറില്ല. അങ്ങനെ തള്ളണമെങ്കിൽ നമ്മൾ കാറിൻ്റെ പുറത്തിറങ്ങി വേണം തള്ളാൻ. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാറിനെ ഉള്ളിലിരുന്ന് തള്ളിക്കഴിഞ്ഞാൽ കാറ് മൂവ് ആവില്ല. ഓക്കെ ആണോ? അപ്പോൾ ഇതിലേതാണ് ഈ ഗ്രൂപ്പിൽ പെടാത്തത്? ഓപ്ഷൻ D ആണ്. ട്രൈങ് ടു മൂവ് എ കാർ ബൈ പുഷിങ് ഇറ്റ് ഫ്രം ഇൻസൈഡ്. നമ്മൾ അകത്തുനിന്ന് തള്ളാൻ നോക്കുന്നു. കാറിൽ നിന്ന് ഇറങ്ങാൻ മടിച്ചിട്ടാണോ എന്ന് അറിഞ്ഞൂടാ, കാറിനകത്തിരുന്ന് നിന്ന കാറിനെ തള്ളാൻ നോക്കുന്നു. ഓക്കെ,
ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും മൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഇനി വേറൊരു കാര്യം, ഇവിടെ ട്രൈങ് ടു മൂവ് എന്ന് ഇവർ തന്നെ എഴുതിയിട്ടുണ്ട്. അത് മറ്റൊരു ക്ലൂ ആണ് നമുക്കുള്ള. ട്രൈങ് ടു മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ്, മൂവ് ആവില്ല. ബാക്കി എല്ലാത്തിലും ഇവർ മൂവിങ് എന്ന് എഴുതിയിട്ടുണ്ട്. ടഗ് ഓഫ് വാറിലാണെങ്കിൽ ജയിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ട്രൈങ് ടു മൂവ് ആണ്. ഈ ഉത്തരം നമുക്ക് ചില ക്വസ്റ്റ്യന് ഈ ഇതേപോലെയുള്ള ഓപ്ഷൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് ഉത്തരം അറിഞ്ഞൂടെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ചില ലോജിക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം മൂവ് ചെയ്യും ജയിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. അവസാനത്തെ ഓപ്ഷൻ മാത്രം ട്രൈയിങ് ടു മൂവ്, എങ്ങനെ മൂവ് ചെയ്യാൻ ശ്രമിക്കുമെന്ന്, മൂവ് ചെയ്യുമെന്ന് അവർ എഴുതിയിട്ടില്ല. അപ്പോൾ അറിഞ്ഞൂടെങ്കിൽ പോലും ഇത് നേരെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ട്രൈയിങ് ടു മൂവ് എന്ന് കിടക്കണമുണ്ട്, മൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ കാര്യം കത്തും. ആരും ഇതുവരെ കാറിനകത്തിനും തള്ളി കാറ് മൂവ് ചെയ്യിച്ചിട്ടില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. വാട്ട് ഈസ് ദി, ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ നോക്കണം. വാട്ട് ഈസ് ദി ആക്സിലറേഷൻ ഓഫ് എ കാർ മൂവിങ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി ഓഫ് 5 meter per second if it covers a distance of 10 meter in 2 seconds? ഒന്നുകൂടെ വായിച്ചു തരാം. വാട്ട് ഈസ് ദി ആക്സിലറേഷൻ ഓഫ് എ കാർ മൂവിങ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി ഓഫ് 5 meter per second if it covers a distance of 10 meter in 2 seconds? അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഇവിടെ വെലോസിറ്റി തന്നിട്ടുണ്ട് 5 meter per second. ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 10 meter, ടൈം തന്നിട്ടുണ്ട് 2 seconds. ഇനി ഇത് വെച്ച് നമുക്ക് എങ്ങനെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം? നമുക്ക് 3 ഇക്വേഷൻ ഉണ്ട്. v = u + at, s = ut + ½ at², v² - u² = 2as. ഇതേപോലെ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും ഉപയോഗിക്കേണ്ട. ഇവിടെ ആക്സിലറേഷൻ 0 ആണ്. ഞാൻ ഈ യൂണിറ്റ് കൊണ്ട് എഴുതിയോ m/s² എന്ന്. മനസ്സിലായ എന്തുകൊണ്ട് ആക്സിലറേഷൻ 0 ആയെന്ന്? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിക്കണ്ട, കാറിൻ്റെ ആക്സിലറേഷൻ എത്ര ഇഫ് ദ കാർ ഈസ് മൂവ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റി പോയിട്ട് അതിന് ആക്സിലറേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് എന്താ ആക്സിലറേഷൻ? ഇറ്റ്സ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം വിത്ത് റെസ്പെക്ട് ടു ടൈം. സമയത്തിനനുസരിച്ച് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന വ്യത്യാസം. ഇവിടെ വെലോസിറ്റി വ്യത്യാസം ഇല്ല എന്നല്ലേ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിരിക്കണേ. നമ്മളിത് പറ്റിക്കാൻ തരുന്ന ക്വസ്റ്റ്യനാണ്. വളരെ ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ ഉള്ള ഇക്വേഷനൊക്കെ ഇട്ട് ഉത്തരവും കിട്ടാതെ 0 കിട്ടും, 0. മനസ്സിലായ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ കാറിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മൂവ് ചെയ്യണം യൂണിഫോം വെലോസിറ്റിയിൽ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി വ്യത്യാസമൊന്നുമില്ല. അതിനർത്ഥം ഇതിന് ആക്സിലറേഷൻ ഇല്ല, ആക്സിലറേഷൻ 0 എന്ന് എഴുതിയാലും മതി. യൂണിറ്റ് എഴുതണമെന്നില്ല, 0-നൊന്നും യൂണിറ്റ് എഴുതേണ്ടതിന് വേണമെങ്കിൽ എഴുതാം m/s². അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ശ്രദ്ധിച്ച് വായിക്കുക. ചിലപ്പോൾ ഇതൊക്കെ 1 മാർക്കിനായിരിക്കും. നമ്മൾ പെട്ടെന്ന് അറിയാവുന്ന എല്ലാ ഇക്വേഷനും എടുത്തിട്ട് a = v - u/t എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇക്വേഷനൊക്കെ ഇട്ട് നോക്കും. ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ യൂണിഫോം വെലോസിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിക്കോണം ഈ കാറിന് ആക്സിലറേഷൻ ഇല്ല എന്നുള്ളത്. കാരണം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്, മറക്കരുത് കേട്ടോ. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ മാൻഡേറ്ററി റോഡ് സൈൻ? ഇതിലേതാണ് മാൻഡേറ്ററി? മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പായും പാലിക്കേണ്ടത് എന്നാണ് അർത്ഥം. മാൻഡേറ്ററി എന്ന് വെച്ചാൽ നമ്മൾ ഉറപ്പായും പാലിക്കേണ്ടത്. ഇതിലേ സൈൻ ബോർഡ് എന്നാ. ഈ മാൻഡേറ്ററി ആയിട്ടുള്ള സൈൻ ബോർഡുകളെല്ലാം റൗണ്ട് ഷേപ്പിലായിരിക്കും. ഓക്കെ, ഇതെന്ത് സിമ്പിൾ എന്നറിയാം? നമുക്ക് മലയാളികൾക്ക് ഒട്ടും ഇഷ്ടമുള്ള സിമ്പിളാണ്. നോ പാർക്കിംഗ്. ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, നമുക്കത് ഇഷ്ടമല്ല. നമുക്ക് ഈ ബോർഡ് കണ്ട അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യണം. ഈ ചവറിടരുത് എന്ന് പറഞ്ഞിടത്ത് നമ്മൾ ചവറിടും. ഇവിടെ ചവറിട്ട് കത്തിക്കരുതെന്ന് പറഞ്ഞാൽ ചവറിടുകയും ചെയ്യും, മണ്ണെണ്ണ ഒഴിക്കുകയും ചെയ്യും, കത്തിക്കുകയും ചെയ്യും. അതേപോലെ നോ പാർക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടമില്ല, നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തിടും. ഇത് നോ പാർക്കിംഗ് ബോർഡ് സൈനാണ്, അല്ലെങ്കിൽ നോ പാർക്കിംഗ് ബോർഡാണ്. ഇങ്ങനെ ഈ റൗണ്ട് ഷേപ്പ് വരുന്ന എല്ലാ സിമ്പലും മാൻഡേറ്ററി റോഡ് സൈൻസ് ആണ്. അത് ഓർത്ത് വയ്ക്കുക. റൗണ്ട് ഷേപ്പ് വരുന്ന ഏതെല്ലാം സിമ്പലുണ്ടോ അതെല്ലാം മാൻഡേറ്ററി സൈൻ ബോർഡാണ്. ചിലപ്പോൾ ഇവിടെ ഒരു ഹോണിൻ്റെ പടമൊക്കെ കാണിച്ചിട്ട്, ഇതെൻ്റെ ഹോണാണേ, ഹോണിൻ്റെ പടമൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കും. ഈ റൗണ്ട് സിമ്പലും ആയിരിക്കും. ഇതിൻ്റെ അർത്ഥം ഇവിടെ ഹോൺ അടിക്കാൻ പാടില്ല എന്നാണ് കേട്ടോ. അപ്പോൾ മാൻഡേറ്ററി സൈൻ ബോർഡുകളെല്ലാം ഏതായിരിക്കും? സർക്കിളായിരിക്കും. പിന്നെ ഈ ട്രയാങ്കിൾ ഷേപ്പൊക്കെ വരുന്നില്ലേ, ഇതെല്ലാം കോഷൻ സിമ്പിൾസ് ആയിരിക്കും. കോഷണറി എന്ന് പറഞ്ഞാൽ ഇവിടെ ഹമ്പുണ്ട്, ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഹമ്പ്, ഇവിടെ ഹമ്പുണ്ട്. ഇവിടെ നാരോ ബ്രിഡ്ജാണ്, ഇനി മുന്നോട്ട് പോകുമ്പോൾ വീതി കുറഞ്ഞ ബ്രിഡ്ജാണ് ഉള്ളത് എന്ന് കാണിക്കാൻ ഉള്ള സിമ്പിളാണ് ഈ രണ്ടാമത്തെ സിമ്പിൾ. കോഷണറി സിമ്പിൾസ് എല്ലാം
ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, കോഷനറി സിമ്പിൾസ് എല്ലാം ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും. ഇനി ഇൻഫർമേറ്ററി സിമ്പിൾസ് എല്ലാം നമ്മൾ അറിയിക്കുകയാണ്, ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, ഇവിടെ തൊട്ടടുത്ത് ഒരു ആശുപത്രി ഉണ്ട്, അല്ലെങ്കിൽ തൊട്ടടുത്ത് പെട്രോൾ പമ്പ് ഉണ്ട് എന്നെല്ലാം നമ്മളെ അറിയിക്കുന്നതാണ് ഇൻഫർമേറ്ററി സിമ്പിൾസ്. ഇൻഫർമേറ്ററി സിമ്പിൾസ് എല്ലാം സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഇൻഫർമേറ്ററി സിമ്പിൾസ് എല്ലാം സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. മാൻഡേറ്ററി സൈൻ ബോർഡ്സ് എല്ലാം മാൻഡേറ്ററി സൈൻ ബോർഡ്സ് എല്ലാം സർക്കിൾ ഷേപ്പ് ആയിരിക്കും. കോഷനറി സിമ്പിൾസ് എല്ലാം ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും. ഡൗട്ടുണ്ടോ? അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദ യൂണിറ്റ് ഓഫ് ഇമ്പൾസ്? ഇതിലേതാണ് ഇമ്പൾസിൻ്റെ യൂണിറ്റ് എന്ന്? അതിനാദ്യം ഇമ്പൾസ് എന്താണെന്ന് അറിയണം. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഷോർട്ട് ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സാണ്, ലാർജ് ഫോഴ്സിനാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ നമ്മൾ കിക്ക് ചെയ്യുന്നു, നമ്മൾ ചിലപ്പോൾ കിക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം ചിലപ്പോൾ 1 സെക്കൻഡ് ആയിരിക്കും, നമ്മളെ കാലും ബോളും വന്ന് ടച്ച് ചെയ്യണം 1 സെക്കൻഡ് ആയിരിക്കും, പക്ഷെ നമ്മൾ ഉള്ള ഫോഴ്സ് എല്ലാം ബോളിൽ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ലാർജ് ഫോഴ്സ് ഒരു ഷോർട്ട് ഇൻ്റർവെൽ ഓഫ് ടൈമിൽ നമ്മളൊരു ഒബ്ജക്റ്റിൽ അപ്ലൈ ആണെങ്കിൽ നമ്മളതിനെ ഇമ്പൾസ് എന്ന് വിളിക്കും, റെപ്രസെൻറ്റഡ് ബൈ ഐ. ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് I is equal to F into T, എ ലാർജ് ഫോഴ്സ് അപ്ലൈഡ് ഓൺ എ സ്മോൾ ഇൻ്റർവെൽ ഓഫ് ടൈം. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ I is equal to F into T, എഫിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൺ ഇൻറ്റു ടൈമിൻ്റെ SI യൂണിറ്റ്, എഫിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ, ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ്. പക്ഷേ ന്യൂട്ടൺ ഇൻറ്റു സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. ന്യൂട്ടൺ ഉണ്ട്, ബാക്കി ന്യൂട്ടൺ ഒന്നും കാണാനില്ല. ന്യൂട്ടൺ ഇൻറ്റു സെക്കൻഡ് അല്ല, നമ്മളിത് ന്യൂട്ടനെ മാറ്റണം. നമുക്കറിയാം എഫ് ഈസ് ഈക്വൾ ടു എം എ മാ, ഞാൻ പറഞ്ഞില്ല എഫ് ഈസ് ഈക്വൾ ടു അമ്മ മാ. ഈ എഫ് അല്ലേ ഇവിടെ വന്നിരിക്കണേ, നമ്മളതല്ലേ ന്യൂട്ടൺ എന്ന് എഴുതിയിരിക്കണേ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എമ്മിൻ്റെ SI യൂണിറ്റ് kg, കിലോഗ്രാമിലാണ് മാസിനെ പറയുന്നത്. ആക്സലറേഷനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതും. അപ്പോൾ എഫിന് മറ്റൊരു യൂണിറ്റ് ഉണ്ട്, kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ നമ്മൾ ന്യൂട്ടൺ എന്ന് വിളിക്കും. നമ്മുടെ ക്ലാസ്സിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ ഇതിന് ഒരുമിച്ച് നമ്മൾ ന്യൂട്ടൺ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ന്യൂട്ടനെ മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? ആ kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു എസ്. ഈ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വെച്ചാൽ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ എന്നാണ്. ഇതും ക്യാൻസൽ ആവും. അപ്പോൾ എന്ത് വരും? kg മീറ്റർ ബൈ സെക്കൻഡ് അല്ലേ? എസ് സ്ക്വയർ ഒരു എസ്സും എസ് സ്ക്വയറും ക്യാൻസൽ ആവും, താഴെ ഒരു എസ് ബാക്കി കാണും. kg മീറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? kg മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഇനി ഇത് ഓപ്ഷനിലുണ്ടോ നോക്ക്, ദാടക്കയില്ലേ? ഇതാണ് ഉത്തരം. അപ്പോൾ ഇമ്പൾസ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇക്വേഷൻ ഇടുക, ഇക്വേഷൻ്റെ SI യൂണിറ്റ് എഴുതുക. ഇവിടെ നോക്കുമ്പോൾ ന്യൂട്ടൺ എന്നാണ് നമുക്കറിയാമെന്നുള്ള ഫോഴ്സിൻ്റെ SI യൂണിറ്റ്, അല്ലാതെ ഫോഴ്സിന് മറ്റൊരു SI യൂണിറ്റ് ഉണ്ട്, kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മറ്റൊരു SI യൂണിറ്റ് അല്ല, ഈ kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനാണ് നമ്മൾ ഒരുമിച്ച് ന്യൂട്ടൺ എന്ന് വിളിച്ചത് തന്നെ. ആരുടെ ഓർമ്മയ്ക്ക്? സർ ഐസക് ന്യൂട്ടൻ്റെ ഓർമ്മയ്ക്ക്. ആ kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു ഇവിടുത്തെ സെക്കൻഡ് സ്ക്വയർ എസും കട്ടാവും, kg മീറ്റർ ബൈ സെക്കൻഡ് ഓർ kg മീറ്റർ പെർ സെക്കൻഡ് നടക്കുന്ന SI യൂണിറ്റ്. ഇത് മനസ്സിലായോ? നമ്മൾ ഏതിൻ്റെ SI യൂണിറ്റ് ഇങ്ങനെ ചോദിച്ചാലും നമ്മൾ അവരുടെ ഇക്വേഷൻ ആലോചിച്ചാൽ മതി. എന്നിട്ട് ഓരോരുത്തരുടെ SI യൂണിറ്റ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ ആ പുതിയൊരു യൂണിറ്റ്, ഇപ്പോൾ ഇമ്പൾസ് എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിളാണ്, ഇമ്പൾസ് എന്ന് പറയുന്നതിൻ്റെ SI യൂണിറ്റ് കിട്ടും. അതുപോലെ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും SI യൂണിറ്റ് നമുക്ക് കിട്ടും. കേട്ടോ? അതിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വെയ്റ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൺ ദി സർഫസ് ഓഫ് എർത്ത് ഈസ് 98 ന്യൂട്ടൺ. ഒരു ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് എർത്തിൻ്റെ സർഫസിൽ വെച്ചപ്പോൾ, എർത്തിൻ്റെ പുറത്തൊരു ഒബ്ജക്റ്റ് വെച്ചപ്പോൾ അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 98 ന്യൂട്ടൺ. ഒന്ന് ആലോചിച്ച് നോക്ക്, വെയ്റ്റിൻ്റെ ഇക്വേഷൻ എന്തോന്നാണ്? W is equal to m into g, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതാണല്ലോ വെയ്റ്റിൻ്റെ ഇക്വേഷൻ. വാട്ട് വിൽ ബി ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദ എർത്ത്? എർത്തിൻ്റെ സെൻട്രൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൻ്റെ മാസ് എത്രയെന്നാണ് ചോദ്യം. ഇവിടെ നമ്മളെ സഹായിക്കാനായിട്ട് നമുക്കിവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയും തന്നിട്ടുണ്ട്. G is equal to 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന്. ഓക്കെ, അപ്പോൾ ഇത് തന്നിരിക്കുന്നതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നു, ഫിസിക്സിൽ ഏതൊരു ക്വസ്റ്റ്യനും സൂക്ഷിച്ച് വേണം വായിക്കാൻ. വെയ്റ്റ് മാറും, പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്ന മാസ്സാണ്. ഒബ്ജക്റ്റിൻ്റെ മാസ് എപ്പോഴെങ്കിലും മാറി ചരിത്രമുണ്ടോ?
നമ്മളത് എർത്തിൻ്റെ സർഫസിൽ വെച്ചാലും എർത്തിൻ്റെ സെൻറ്ററിൽ വെച്ചാലും സ്പേസിൽ കൊണ്ടുവച്ചാലും ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് മാറില്ല. പക്ഷേ എന്ത് മാറും? വെയിറ്റ് മാറും. ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് മാറും. കാരണം വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എർത്തിനാണ് 9.8 m/s² ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പക്ഷേ ജൂപ്പിറ്ററിൽ മാറും, മൂണിലും മാറും. പക്ഷെ മാറാത്തത് മാസ്സാണ്, വെയിറ്റ് മാറും. ഇവിടെ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻ നേരെ ചൊവ്വേ വായിച്ചില്ല എങ്കിൽ ഇതിലേതെങ്കിലും കൊണ്ടിട്ട് കുത്തും. ഇവിടെ മാസ് എത്രയെന്ന് ഇനി കണ്ടുപിടിക്കാനുള്ളൂ. ഇവിടെ മാസ് എന്ന് പറയുന്നത് ഇത് 9.8 അല്ലേ വന്നേ. മൊത്തത്തിൽ വെയിറ്റ് എത്ര വന്നു? 98 ന്യൂട്ടൺ എന്നല്ലേ വന്നേ. ഇതിൽ ജി എത്ര? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം W is equal to 98 ന്യൂട്ടൺ. ഓക്കെ ആണേ. W is equal to M into G. ഇതിൽ W തന്നിട്ടുണ്ട് 98 എന്ന്. മാസ് അറിയില്ല. ഗ്രാവിറ്റി എത്ര? 9.8 അല്ലേ. 9.8. ഇവിടെ നിന്ന് മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 9.8ന് താഴോട്ട് കൊണ്ടുപോകണം. അപ്പം മാസ് ഈസ് ഈക്വൽ ടു 10 kg എന്ന് കിട്ടും. 10 kg. ഞാൻ എന്തുകൊണ്ട് മാസ് മാറൂല എന്ന് പറയാൻ റീസൺ, ചിലപ്പോൾ ഇതിന് വരെ ഇവിടെ വെയിറ്റ് ആയിരിക്കും ഇട്ടുതരുന്നത്. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം. മാസ് ഒരു ഒബ്ജക്റ്റിൻ്റെ നമ്മൾ എവിടെ വെച്ചാലും മാറൂല, അതെപ്പോഴും ആലോചിക്കുക. ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കുന്നത് വെയിറ്റ് ഇത്രയായിരുന്നു എങ്കിൽ മാസ് എത്ര ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ മാസ് മാറുമോ എന്നൊക്കെ ചോദിക്കും. മാസ് ഒരു കാരണവശാലും മാറാറില്ല. ഇവിടെ നിന്ന് മാസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? W is equal to 98 ന്യൂട്ടൺ. 98 is equal to മാസ് അറിയില്ല, ഗ്രാവിറ്റി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8. മാസ് കണ്ടുപിടിക്കും 9.8നെ ഡിവൈഡ് ചെയ്താൽ മതി. മാസ് ഈസ് ഈക്വൽ ടു 10 kg എന്ന് കിട്ടും. ഓക്കെ, ഇതെത്രയെന്ന് കിട്ടും? 10 കിലോ എന്ന് കിട്ടും. മാസ് 10 kg. ഇനി ചിലപ്പോൾ ചോദിക്കാം, നിങ്ങളുടെ അടുത്ത് എങ്ങനെ ചോദിക്കാമെന്നറിയാമോ? വാട്ട് വിൽ ബി ദ സെയിം ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്ട് ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എർത്ത്. സർഫസിൽ വെച്ചപ്പോൾ 98 ന്യൂട്ടൺ വെയിറ്റ്. പക്ഷേ എർത്തിൻ്റെ സെൻട്രൽ വരച്ചാൽ എത്രയായിരിക്കും ഇതിൻ്റെ വെയിറ്റ് എന്നായിരിക്കും ചോദ്യം. അവിടെ മനസ്സിലാക്കുക, വെയിറ്റ് 0 ആയിരിക്കും. ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എർത്തിൻ്റെ സെൻട്രലാണെങ്കിൽ 0 ആയിരിക്കും. അതിൻ്റെ റീസൺ അവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇല്ല, ജി ഇല്ല. അതുകൊണ്ട് അവിടെ എന്തായിരിക്കും? ജി 0 ആയിരിക്കും. അതുകൊണ്ട് വെയിറ്റും 0 ആയിരിക്കും. മാസ് ഒരിക്കലും 0 ആവാറില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായായിരുന്നോ? ഞാൻ എന്തുകൊണ്ട് മാസ് മാറൂല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യൻ പല രീതിയിലും മാറ്റിയൊക്കെ ചോദിക്കാം. ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് എത്രയാണോ, തുടക്കം എത്ര, അതെവിടെ വെച്ചാലും ആ മാസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ജൂപ്പിറ്ററിൽ കൊണ്ടുവച്ചാലും സാറ്റേണിൽ കൊണ്ടുവച്ചാലും എർത്തിൽ കൊണ്ടുവച്ചാലും മാസ് മാറൂല. പക്ഷെ എന്ത് മാറും? വെയിറ്റ് മാറും. വെയിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ മാസ് കണ്ടുപിടിക്കാമെന്നുള്ള ഇക്വേഷനും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഒന്ന് ഓടിച്ച് നോക്ക്, എന്തെങ്കിലും ഡൗട്ടുണ്ടോ എന്ന്. ഇത്രയും സ്റ്റെപ്പ് എഴുതിയതിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ എന്ന് നോക്കണേ. ഈ സ്റ്റെപ്പ് എങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? ഇപ്പം 98 ഈസ് ഈക്വൽ ടു M ഇൻറ്റു 9.8 അല്ലേ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് ആകുമ്പോൾ ഡിവിഷൻ ആവും. ഇപ്പം 98 ഡിവൈഡഡ് ബൈ 9.8 ഈക്വൽ ടു M അല്ലേ. ഇത് 9.8 98. ഈ പോയിൻ്റ് മാറാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 10 കൊണ്ട്. പക്ഷേ താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ മുകളിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ മുകളിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 98 ഇൻറ്റു 10 എന്ന് വെച്ചാൽ 980 ഡിവൈഡഡ് ബൈ 9.8 ഇൻറ്റു 10 എന്ന് വെച്ചാൽ 98 എന്ന് കിട്ടും. ഈക്വൽ ടു M. ഇത് കട്ട് ചെയ്ത് നോക്ക്, 10. അപ്പോൾ മാസ് എത്ര എന്ന് കിട്ടും? 10 കിലോ എന്ന് കിട്ടും. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഇപ്പോൾ ഓപ്ഷനിൽ 10 കിലോയാണ് ഉത്തരം. ഇത് മനസ്സിലായോ? ഡൗട്ടുണ്ടോ? അടുത്തതിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻ നോക്കണേ. എ ബ്ലോക്ക് ഓഫ് അയൺ സിങ്ക്സ് ഇൻ വാട്ടർ. എന്തുകൊണ്ടെന്നാ? ഒരു അയൺ പീസ് എടുത്ത് നമ്മൾ വെള്ളത്തിലിട്ടപ്പോൾ അത് മുങ്ങിപ്പോയി. സ്വാഭാവികം. എന്തുകൊണ്ടെന്നാണ് ഇവിടുത്തെ ചോദ്യം. നമ്മൾ അറിയണമല്ലോ അതിനെ പിന്നിലെ ഫിസിക്സ്. നമ്മൾ ഫിസിക്സ് അല്ലേ പഠിക്കുക. നമ്മൾ ഫിസിക്സ് പഠിക്കണോണ്ട് നമ്മളത് അറിയണം എന്തുകൊണ്ടാണെന്ന്. ഇവിടെ ദി ബോയൻറ്റ് ഫോഴ്സ് ഓൺ ദി ബ്ലോക്ക് ഇസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് വെയിറ്റ്. ഈ ബോയൻറ്റ് അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയുന്നത്, നമ്മൾ വെള്ളത്തിലൊരു ഒബ്ജക്റ്റ് വീണ് കഴിഞ്ഞാൽ, വെള്ളത്തിൽ എന്തോ ഒരു വസ്തു വീണാലും വെള്ളം ആ വസ്തുവിന് മുകളിലോട്ട് തള്ളും. ഇതാണ് ബോയൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബോയൻറ്റ് ഫോഴ്സ് ഓർ ബോയൻസി എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഈ വെള്ളം ആ ഒബ്ജക്റ്റിന് മുകളിലോട്ട് തള്ളും. കാരണം ഗ്രാവിറ്റി ഒബ്ജക്റ്റിനെ താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ. ഗ്രാവിറ്റി, ഇപ്പോൾ ഇത് വെള്ളം, ഇതിൻ്റെ ഒബ്ജക്റ്റ്, ഇതിൻ്റെ പുറത്തൊരു ഇല വീണെന്ന് വിചാരിച്ചോ. ഇല
അതെ, ഇതാണ് എൻ്റെ ഇല. ഇല വീണ്. അപ്പോൾ ഗ്രാവിറ്റി അവനെ താഴോട്ട് വലിക്കുമ്പോൾ വെള്ളം തിരിച്ച് അവനെ മുകളിലോട്ട് തള്ളും. ഇതാണ് ബോയൻ്റ് ഫോഴ്സിന് കാരണം. പക്ഷേ അയണൊക്കെ വീണ് കഴിഞ്ഞാൽ ഈ ബോയൻസി ഒന്നും തികയൂല. വെള്ളത്തിന് മുകളിലോട്ട് തള്ളി നിർത്താനുള്ള കഴിവില്ല. അയൺ സിങ്ക് തന്നെ ചെയ്യും. അതെന്തുകൊണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതാ നോക്ക്, അടുത്ത ഓപ്ഷൻ, ദ വെയ്റ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബ്ലോക്ക് ഇസ് ലെസ് ദാൻ ദ വെയ്റ്റ് ഓഫ് ദ ബ്ലോക്ക്. എന്ന് പറഞ്ഞാൽ ഈ അയൺ ബ്ലോക്ക് വന്ന് വെള്ളത്തിൽ വീണപ്പോൾ അയൺ ബ്ലോക്ക് കുറച്ച് വെള്ളത്തിന് മാറ്റിയിട്ടുണ്ട് ആ സ്ഥലത്ത് നിന്നും. എന്നുവെച്ചാൽ ഇത് സർഫസ്, ഇതിൽ വന്ന് അയൺ ബ്ലോക്ക് വീണപ്പോൾ വെള്ളം സൈഡിലോട്ട് നീങ്ങിയില്ലേ? വന്ന് വീഴുന്ന ഭാഗത്തുള്ള വെള്ളം സൈഡിലോട്ട് നീങ്ങുമല്ലോ, എന്നിട്ടല്ലേ ഇത് താഴോട്ട് പോകൂ അല്ലേ? ഇത് ഈ വെള്ളത്തെ തള്ളിയത്, ഈ വെള്ളത്തെ മാറ്റിയതിൻ്റെ അളവ് കുറവാണെങ്കിൽ, ആരെ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ അയൺ ബ്ലോക്കിൻ്റെ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ ദ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഗെറ്റ് ഡിസ്പ്ലേസ്ഡ്, എത്ര വെയിറ്റ് വെള്ളമാണോ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടത് ആ വെയിറ്റ് കുറവാണെങ്കിൽ, ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട വെള്ളത്തിൻ്റെ വെയിറ്റ് കുറവാണെങ്കിൽ അയൺ മുങ്ങിപ്പോവും. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ അയൺ വെള്ളത്തിൻ്റെ സർഫസിൽ വന്ന് വീഴുന്നു. ഇങ്ങനെ വീണ സമയത്ത് അയൺ ഇവിടെയുള്ള വെള്ളത്തിനെ ഡിസ്പ്ലേസ് ചെയ്യും. ദ വെയിറ്റ് ഓഫ് ദ അയണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അയണിൻ്റെ WI എന്ന് വെച്ചാൽ അയണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ആരെ വെയിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തേക്കാൾ കൂടുതലാണ്. വെള്ളത്തിൻ്റെ വെയിറ്റ് W എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ വെയിറ്റ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ വെയിറ്റിനേക്കാൾ ആരുടെ വെയിറ്റ് കൂടുതലാണെങ്കിൽ, അയണിൻ്റെ വെയിറ്റ് കൂടുതലാണെങ്കിൽ അയൺ മുങ്ങും. ഇനി ഒന്നുകൂടെ നോക്ക്, വെള്ളം ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട വെള്ളം, ആ വെള്ളത്തിൻ്റെ വെയിറ്റ് അയണിൻ്റെ വെയിറ്റിനേക്കാൾ കുറവാണെങ്കിൽ അയൺ മുങ്ങും. ഇനി തിരിച്ചു പറഞ്ഞു നോക്ക്, അയണിൻ്റെ വെയിറ്റിനേക്കാൾ അയൺ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിൻ്റെ വെയിറ്റ് കൂടുതലാണെങ്കിൽ അയൺ പൊങ്ങി തന്നെ കിടക്കും. അയണിൻ്റെ വെയിറ്റ് അത് ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിൻ്റെ വെയിറ്റിനേക്കാൾ കുറവാണെങ്കിൽ, എന്നുവെച്ചാൽ അയണിൻ്റെ വെയിറ്റ് കുറഞ്ഞു പോയി ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തെ വെച്ച് നോക്കുമ്പോൾ, അപ്പോൾ അയൺ പൊങ്ങിക്കിടക്കും. അല്ല, അയണിൻ്റെ വെയിറ്റ് ആണ് കൂടുതൽ, ആരെ വെച്ച് നോക്കുമ്പോൾ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിൻ്റെ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ അയണിൻ്റെ വെയിറ്റ് ആണ് കൂടുതലെങ്കിൽ അയൺ താന്നു പോകും എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ദ വെയിറ്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്ക്, ദ വെയിറ്റ് ഓഫ് ദ ബ്ലോക്ക് ഈസ് ലെസ് ദാൻ ദ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. ബ്ലോക്ക് ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിൻ്റെ വെയിറ്റ് ആരെക്കാൾ കുറവായിരിക്കും? വെള്ളത്തിന് ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തേക്കാൾ കുറവായിരിക്കും. D എന്ന് പറയുന്ന ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ ഇസ് മോർ ദാൻ ദാറ്റ് ഓഫ് അയൺ. വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് അയണിനേക്കാൾ കൂടുതലാണെന്നാണ് അടുത്തത്. ഓപ്ഷൻ D എന്തായാലും തെറ്റാണ്. വെള്ളത്തിനാണോ ഡെൻസിറ്റി കൂടുതൽ, അയണിനാണോ ഡെൻസിറ്റി കൂടുതൽ? കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം, നാണക്കേടാണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ അയണിനാണ് ഡെൻസിറ്റി കൂടുതലെന്ന്. അയണിനല്ലേടാ ഡെൻസിറ്റി കൂടുതൽ, വെള്ളത്തിനാണോ ഡെൻസിറ്റി കൂടുതൽ? അല്ല. അപ്പോൾ തന്നെ D എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളങ്ങ് ക്യാൻസൽ ചെയ്ത് കളയണം. ബാക്കി ABC നോക്കിയാൽ മതി. ബോയൻ്റ് ഫോഴ്സ് ഓൺ ദ ബ്ലോക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് വെയിറ്റ്. ഈ ബോയൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവിനെ മോളിൽ പിടിച്ചിറത്തുന്നതാണ്. ഇവിടെ അയൺ താന്നില്ലേ, അപ്പോൾ ഇതൊന്ന് കളയുക. ഇവിടെ ബോയൻ്റ് ഫോഴ്സ് വർക്കായിട്ടേ ഇല്ല. ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ദ ബോയൻ്റ് ഫോഴ്സ് ഓൺ ദ ബ്ലോക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് വെയിറ്റ്. ബോയൻ്റ് ഫോഴ്സ് കൂടുതലായിരുന്നെങ്കിൽ സാധനം പൊങ്ങി കിടക്കണ്ടേ, ഇവിടെ സാധനം പൊങ്ങി കിടക്കില്ല. ഇപ്പോൾ ബോയൻ്റ് ഫോഴ്സ് അല്ല എന്ന് റീസൺ. A എന്ന് പറയുന്ന ഓപ്ഷൻ കട്ട് ചെയ്യുക. ദ വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബ്ലോക്ക് ഈസ് ലെസ് ദാൻ ദ വെയിറ്റ് ഓഫ് ദ ബ്ലോക്ക് എന്നതാണ് ഉത്തരം. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയണിൻ്റെ വെയിറ്റിനേക്കാൾ അയൺ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിൻ്റെ വെയിറ്റ് കുറവാണെങ്കിൽ, അയണിൻ്റെ വെയിറ്റിനേക്കാൾ അയൺ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിൻ്റെ വെയിറ്റ് കുറവാണെങ്കിൽ അയൺ മുങ്ങിപ്പോകും. അല്ല, അയൺ വന്ന് വീണപ്പോൾ അത് ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിൻ്റെ വെയിറ്റ് കൂടുതലാണെങ്കിൽ അയൺ പൊങ്ങി തന്നെ കിടക്കും. ഒന്നുകൂടെ പറഞ്ഞു തരണോ? ഇപ്പം അയണിൻ്റെ വെയിറ്റിനേക്കാൾ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിൻ്റെ വെയിറ്റ് കുറവാണെങ്കിൽ അയൺ മുങ്ങിപ്പോകും. അല്ല, അയണിൻ്റെ വെയിറ്റിനേക്കാൾ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിൻ്റെ വെയിറ്റ് കൂടുതലാണെങ്കിൽ അയൺ പൊങ്ങി തന്നെ കിടക്കും. ഇതാണ് തിയറി. ഇപ്പോൾ ഓപ്ഷൻ B ആണ് ഇവിടെ കറക്റ്റ് ഉത്തരവെന്ന് പറയുന്നത്. ഇത് തെറ്റാണ്. ഇതൊക്കെ എഴുതിയിങ്ങനെ ലോകം മണ്ടനായിരിക്കും. സത്യം, വെള്ളത്തിനാണ് ഡെൻസിറ്റി കൂടുതൽ, അയണിന് ഡെൻസിറ്റി കുറവാണെന്നൊക്കെ പറയുന്നത് ലോക പൊട്ടനായിരിക്കും, ഉറപ്പൊട്ടിയായിരിക്കും. നമ്മളെല്ലാവരെയും പറയണമല്ലോ. ഏത്? ഇപ്പോൾ ഓപ്ഷൻ B ആണ് ഉത്തരം. ഡൗട്ടുണ്ടോ? ഇത് നമ്മൾ വളരെ ക്ലിയറായിട്ട് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഈ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്ക്, അല്ല ഈ സ്ലൈഡിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ, നമ്മളല്ല സ്ലൈഡില്ല, നോക്കിയോ. ഫൈൻഡ് ദി ഓഡ് വൺ. ഇതിൽ കള്ളനെ കണ്ടുപിടിക്കാനാണ് പറയണത്. കള്ളനെ മീൻസ് ഓഡ് വൺ. ഇത് ഈ ഗ്രൂപ്പിൽ പെടാത്ത ആര് എന്നാണ് അർത്ഥം. എന്നാണ് ചോദ്യം. വെലോസിറ്റി, എനർജി, ആക്സിലറേഷൻ, ഫോഴ്സ്
ഇതിലൊരാൾ ഈ ഗ്രൂപ്പിൽ പെടുന്നവരല്ല. അതാരെന്നാ ചോദ്യം? വെലോസിറ്റി, എനർജി, ആക്സലറേഷൻ, ഫോഴ്സ്. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വെലോസിറ്റി മാറുമ്പോൾ ആക്സലറേഷൻ ഉണ്ടാവുന്നു അല്ലേ? ആക്സലറേഷൻ ഉണ്ടാകുമ്പോൾ ഫോഴ്സ് ഉണ്ടാവുന്നു, അങ്ങനെയല്ലേ? എങ്ങനെ? വെലോസിറ്റിക്ക് ചേഞ്ച് വന്ന ആക്സലറേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഫോഴ്സ് ഉണ്ട്. എന്തുകൊണ്ട് ആക്സലറേഷൻ ഉണ്ടെങ്കിൽ ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ F=ma എന്നല്ലേ, മാന്നല്ലേ? അപ്പോൾ ഇവിടെ ആക്സലറേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഫോഴ്സ് ഉണ്ടായത്. അപ്പോൾ ഇവർ തമ്മിൽ റിലേറ്റഡ് ആണ്. ഇനി ആക്സലറേഷന് കാരണം തന്നെ ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ? v-u/t ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ? അപ്പോൾ ഇവിടെ പെടാത്തതാര്? എനർജി. മനസ്സിലായ? ഇങ്ങനെയൊക്കെയുള്ള കൊനസ്റ്റ് ചോദ്യങ്ങൾ നമ്മൾ ഒന്ന് ചെറുതായിട്ട് മൈൻഡ് വർക്ക് ചെയ്യേണ്ടി വരും, ചെറുതായിട്ടൊന്ന് ചിന്തിക്കേണ്ടി വരും. എനിക്കറിയാം അത് ബുദ്ധിമുട്ടാണെന്ന്, ചിന്തിക്കുക ഇച്ചിരി പാടാണ് നമുക്ക് പരീക്ഷ ഹാളിലൊക്കെ ഇരുന്ന്. എന്നിരുന്നാലും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടണ ഉത്തരവാണിത്. ഇതുപോലുള്ള ചോദ്യങ്ങൾ പെട്ടെന്ന് കിട്ടും, ഒന്ന് ചിന്തിക്കണം, അത്രയേ ഉള്ളൂ. ഇതിൽ എനർജി ഇവരുമായിട്ട് ഒരു ബന്ധവും ഇല്ല. മനസ്സിലായോ? എനർജി കൂടിയെന്ന് പറഞ്ഞ് ആർക്കും ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. ഓക്കെ ആണോ? ഡൗട്ടുണ്ടോ? ഇങ്ങനെ വെലോസിറ്റി മാറിയപ്പോൾ ആക്സലറേഷൻ ഉണ്ടാവും, ആക്സലറേഷൻ ഉണ്ടെങ്കിൽ ഫോഴ്സ് ഉണ്ട്. അതാണ് ഇക്വേഷൻ വഴി ഞാൻ രണ്ടെണ്ണം കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു ബന്ധമില്ലാത്തവൻ എനർജിയാണ്. ഇപ്പോൾ ഇതിൽ ഓട് വണ്ണാര്, ഇതിലെ കള്ളനാര്, കൂട്ടത്തിലെ കള്ളനാര് എനർജിയാണ്. ഒരാവശ്യമില്ലാതെ അവിടെ കയറിയിരിക്കുന്നതാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ മിറർ പെരിസ്കോപ്സ്. മിറർ പെരിസ്കോപ്സിൽ ആരെയാണ് യൂസ് ചെയ്യുന്നത്? ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനനാണ് യൂസ് ചെയ്യുന്നത്. വിച്ച് ഫിനോമിനൻ ഓഫ് ലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രിസം പെരിസ്കോപ്പ്? പ്രിസം പെരിസ്കോപ്പിൽ എന്ത് ഫിനോമിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. മിറർ പെരിസ്കോപ്പ് കണ്ടിട്ടില്ലേ? മറ്റേ ട്യൂബിട്ട് നമ്മൾ ഈ വെള്ളത്തിന്, ഈ പണ്ട് ഈ ടോം ആൻഡ് ജെറിയുടെ കാർട്ടൂണൊക്കെ കാണുകയാണെങ്കിൽ ഈ ടോമോ ജെറിയോ ആരോ ഒരാൾ വെള്ളത്തിനടിയിൽ കൂടെ ഈ ഈ ബീച്ചിൽ നടക്കുന്ന കാര്യം ഈ വളഞ്ഞൊരു പൈപ്പിൽ കൂടെയാണ് നോക്കുന്നത്. കണ്ടുണ്ട്? ഇത് വെള്ളമാണെങ്കിൽ ഇങ്ങനൊരു വളഞ്ഞ പൈപ്പിൽ കൂടെ ടോമോ ജെറിയോ ആരോ ഒരാൾ ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും കാണും. ഇതിനാണ് നമ്മൾ പെരിസ്കോപ്പ് എന്ന് പറയണത്. അപ്പോൾ ഇതിനാണ് നമ്മൾ പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, മിറർ ടൈപ്പും ഉണ്ട്, പ്രിസം ടൈപ്പും ഉണ്ട്. മിറർ ടൈപ്പിൽ നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനനാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ, തട്ടി തിരിച്ചു വരുന്നു, റിഫ്ലക്ഷൻ. പക്ഷേ പ്രിസം പെരിസ്കോപ്പിൽ ഇതിന് മറ്റൊരു ഫിനോമിനനാണ്. അതിന് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നാണ് പറഞ്ഞത്. നമ്മൾ ചാപ്റ്ററിൽ ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മളൊരു പടമൊക്കെ വരച്ചാണ് ഇത് പഠിച്ചത്. നമ്മൾ ഈ ഒരു വായിക്കാം മൊത്തത്തിൽ. ഇതൊരു പ്രിസത്തിൽ വന്ന് വീഴുന്ന ലൈറ്റ്, ഈ വന്ന് വീഴുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വെച്ച് നോക്കുമ്പോൾ 45 ഡിഗ്രി ആണെങ്കിൽ അകത്തോട്ട് കയറി ഇവിടെ നിന്ന് തട്ടി ഇങ്ങ് പുറത്തോട്ട് ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞതാണ് നമ്മൾ. ഓർമ്മയുണ്ടോ ഈ പിക്ചർ? എൻ്റെ പ്രിസം ശരിയായില്ലെങ്കിലും വലിയ ചന്തമില്ലെങ്കിലും ഇതല്ലേ സംഭവം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ഇൻസിഡൻറ്റ് റേ, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് റിഫ്ലക്റ്റഡ് റേ, ഇത് എമർജൻറ്റ് റേ. ഇങ്ങനെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും എന്ന് നമ്മൾ പഠിച്ചായിരുന്നു ഒരു ഫിഗറൊക്കെ വരച്ച്. ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് എവിടെ സംഭവിക്കുന്നത്? പ്രിസം പെരിസ്കോപ്പിൽ സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് ഫിനോമിനനാണ്, ലൈറ്റിൻ്റെ ഏത് ഫിനോമിനനാണ് പ്രിസം പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. പക്ഷേ നിങ്ങൾക്ക് മറ്റൊരു ഉത്തരം കൂടെ കിട്ടി. ചിലപ്പോൾ ഇനി നിങ്ങൾ വരാൻ പോകുന്ന ചോദ്യം മിറർ പെരിസ്കോപ്പിൽ ലൈറ്റിൻ്റെ എന്ത് ഫിനോമിനനായിരിക്കും യൂസ് ചെയ്യുന്നതെന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്ഷനാണ് ഉത്തരം. ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് പല ഉത്തരങ്ങളും കിട്ടും. ഓക്കെ, ചിലപ്പോൾ ചോദ്യം എങ്ങനെയായിരിക്കും? മിറർ പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ ഫിനോമിനൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് റിഫ്ലക്ഷനാണെന്ന്. മനസ്സിലായോ? ഇനി അതിൻ്റെ രണ്ടാമത്തെ ചോദ്യം നോക്കുക. നെയിം അനദർ ഡിവൈസ് ദാറ്റ് മേക്സ് യൂസ് ഓഫ് ഫിനോമിനൻ യൂസ്ഡ് ഇൻ പ്രിസം പെരിസ്കോപ്പ്. പ്രിസം പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ഇതേ ഫിനോമിനൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഡിവൈസ്. ആ ഡിവൈസിലൂടെയാണ് ഞാൻ നിങ്ങളെ കാണുന്നത് തന്നെ. നിങ്ങൾ എന്നെ കാണുന്നത്, ഞാൻ നിങ്ങളെ കാണുന്നതല്ല, നിങ്ങൾ എന്നെ കാണുന്നത്. ക്യാമറയിലും ഇതേ ഫിനോമിനനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എന്നെ കാണുന്ന ഒരു ക്യാമറയിലൂടെ അല്ലേ? ആ ക്യാമറയിൽ യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഒക്കെ ഉപയോഗിക്കുന്ന ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴിയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ ആണോ? ഡൗട്ടുണ്ടോ? ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ചാപ്റ്റർ ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ പോയി ചാപ്റ്റർ വായിക്കുക, എന്നിട്ട് തിരിച്ചു വന്ന് ഈ വീഡിയോ ഒന്നുകൂടെ കാണുക, അല്ലെങ്കിൽ ഏത് പോർഷനാണോ അത് ഒന്നുകൂടെ കാണുക. ഓക്കെ, ഈ ചോദ്യം നോക്ക്. വിച്ച് ആർ ദ റീജിയൻസ് ഓഫ് ദ ഗ്രാഫ് ദാറ്റ് റെപ്രസെൻറ്റ് ദ ഫോളോയിങ്? നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൻ്റെ വൈ ആക്സിസിലാര് വെലോസിറ്റി, അതിൻ്റെ എക്സ് ആക്സിസിലാര് ടൈം.
അപ്പോൾ ഇതൊരു വി ടി ഗ്രാഫാണെന്ന് മനസ്സിലായില്ലേ? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇതിൻ്റെ വൈ ആക്സിസ് നിങ്ങളുടെ ഈ ഗ്രാഫ് നേരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ സെക്കൻഡ് മാറും തോറും ഇവൻ്റെ വെലോസിറ്റി 10 മീറ്റർ വീതം കൂടിക്കൊണ്ടിരിക്കുന്നു ഇല്ലേ? 10 മീറ്റർ പെർ സെക്കൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിലേത് റീജിയനിലാണ് യൂണിഫോം വെലോസിറ്റി? യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി, ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഓരോ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? യൂണിഫോം വെലോസിറ്റി എന്ന് വിളിക്കും. ഓരോ 1 സെക്കൻഡ് കഴിയും തോറും 10 മീറ്റർ പെർ സെക്കൻഡ് വീതം വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി, അതാണ് യൂണിഫോം വെലോസിറ്റി. ഏത് റീജിയനിലാണ് ഇതിൽ യൂണിഫോം വെലോസിറ്റി വന്നിരിക്കുന്നത്? 0A, ഈ റീജിയനിലല്ലേ? 0 അല്ല, OA എന്ന് എഴുതിയാലും മതി. ഈ റീജിയനിലാണ് യൂണിഫോം വെലോസിറ്റി വന്നിരിക്കുന്നത്. അപ്പോൾ യൂണിഫോം വെലോസിറ്റി വന്നിരിക്കുന്ന റീജിയൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റീജിയനാണ് OA. ഇതിലാണ് എന്ത് വന്നിരിക്കുന്നത്? യൂണിഫോം വെലോസിറ്റി. ഇനി റിട്ടാർഡേഷനാണ് ചോദിക്കുന്നതെങ്കിൽ അതിനർത്ഥം നെഗറ്റീവ് ആക്സിലറേഷൻ എന്നോ അല്ലെങ്കിൽ ആക്സിലറേഷൻ കുറയുകയാണെന്നുള്ള അർത്ഥം, കുറയുകയാണ് എന്നാണ് അർത്ഥം. നെഗറ്റീവ് ആക്സിലറേഷൻ കുറവാണ്. അത് ഇതിൽ എവിടെയാണെന്ന് അറിയാമോ? അങ്ങനെ റീജിയൻ ഇല്ല. ഒന്ന് ആലോചിച്ച്, ഇവിടെ എവിടെയെങ്കിലും സ്പീഡ് കുറയുന്നതായിട്ട് ഈ ഗ്രാഫിൽ കാണിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്ന പല ചോദ്യത്തിനും നിങ്ങൾ ശ്രദ്ധിച്ച് ഉത്തരം എഴുതിയില്ല എങ്കിൽ, ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചില്ല എങ്കിൽ ഉത്തരം പെട്ടെന്ന് തെറ്റും. ഇതിലെവിടെയെങ്കിലും റിട്ടാർഡേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഈ ഗ്രാഫിൽ ഇങ്ങനൊരു ലൈൻ ഉണ്ടായിരുന്നു എങ്കിൽ ഇവിടെ നമുക്ക് റിട്ടാർഡേഷൻ വേണമെങ്കിൽ പറയാം. ഓക്കെ, നമുക്കാണെങ്കിൽ ഇവിടെ റിട്ടാർഡേഷൻ എന്തെങ്കിലും പറയാമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു ലൈനൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ റിട്ടാർഡേഷൻ ഇല്ല, യൂണിഫോം വെലോസിറ്റി ഉണ്ട്. AB റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ്, വെലോസിറ്റിയിൽ മാറ്റമില്ല. ഈ ചോദ്യം നോക്ക്, ഇൻ ദ ഫിഗർ, ഈ ഫിഗർ നോക്കിയിട്ട് AO ഇസ് ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് OB ഇസ് ദ റിഫ്രാക്റ്റഡ് റേ. ഫിഗറിൽ AO എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേ, ഇത് ഇൻസിഡൻറ്റ് റേ. OB എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ. ഐഡൻറ്റിഫൈ മീഡിയം 1 ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. മീഡിയം 1 ഏതാണെന്ന് കണ്ടുപിടിക്കുക, അത് എഴുതുക. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദിസ് പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോൺ എസ്? ഈ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇത് അതിനെ എന്ത് വിളിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ AO എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേ, OB എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം മീഡിയം 1 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് എഴുതുന്നതിന് മുമ്പ് ഇതെന്ത് ഫിനോമിനനാണ്? ഇത് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ പഠിച്ചപ്പോൾ വരച്ച അതേ ഫിഗറാണ് ക്രിട്ടിക്കൽ ആംഗിൾ. എന്തായിരുന്നു ക്രിട്ടിക്കൽ ആംഗിൾ? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതിനു മുമ്പ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറയുന്നതിന് മുമ്പ് വെൻ ദി ലൈറ്റ് ട്രാവൽസ് ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദി റിഫ്രാക്റ്റഡ് റേ, ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. കണ്ടോ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവുന്നത് അതിനാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഇനി അവിടെ ഒരു കണ്ടീഷനുണ്ട്, ദ ലൈറ്റ് റേ ഷുഡ് ട്രാവൽ ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. അപ്പോൾ മീഡിയം 1 ഒരു ഡെൻസർ മീഡിയമാണ്. ഇനി ക്രിട്ടിക്കൽ ആംഗിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 42 ഡിഗ്രിയാണ്. 42 ക്രിട്ടിക്കൽ ആംഗിൾ ഉള്ള മീഡിയം എന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടറിനാണ് 42 ഡിഗ്രി ക്രിട്ടിക്കൽ ആംഗിൾ ഉള്ളത്. നിങ്ങൾക്ക് പഠിക്കാനുള്ളതും വാട്ടറാണ്, വേറെ ഒന്നും നിങ്ങൾക്ക് ക്രിട്ടിക്കൽ ആംഗിൾ വെച്ച് പഠിക്കാനില്ല. അപ്പോൾ ഇവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മീഡിയം 1 വാട്ടറാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ ആംഗിൾ അറിഞ്ഞിരിക്കുക. വെൻ ദ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കംസ് 90 ഡിഗ്രി, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആവുക. അതിനാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുക. ഏതാണ് മീഡിയം 1 എന്ന് ചോദിച്ചാൽ വാട്ടർ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദിസ് പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോൺ എസ്? ഈ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ എന്തെന്ന് വിളിക്കും? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കും. ഇത് തന്നെയല്ലേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നമ്മൾ മാറ്റിയത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്രിട്ടിക്കൽ ആംഗിൾ കുറയണം. ഈ ക്രിട്ടിക്കൽ ആംഗിൾ കുറഞ്ഞ് വല്ല 36 അല്ലെങ്കിൽ 33, 36 ആകുമ്പോൾ ഈ ലൈറ്റ് റേ തിരിച്ച് അതേ മീഡിയത്തിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. അതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ പഠിക്കുന്നതിന് മുമ്പ് പഠിച്ചത് നമ്മുടെ ടോപ്പിക്കാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ളത്, മറക്കരുത് കേട്ടോ. Whenever the light ray travels from a denser medium to a rarer medium, the angle of incidence at which the angle of refraction becomes 90 degree with respect to the angle of refraction become 90 degree.
അത് മതി. അതിനാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറവാണെങ്കിൽ തിരിച്ച് അതേ മീഡിയത്തിലൂടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. ഇതാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പഠിച്ചത്. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. ഈ തന്നിരിക്കുന്നതിൽ നിന്നും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം. ഇതിൽ ഏതോ 1-2 സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഈ വേറൊരു കാര്യങ്ങളും ശ്രദ്ധിക്കണേ, ചോദ്യത്തിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്ലൂറലാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാനുള്ള സാധ്യതയുണ്ട്. കാരണം ക്വസ്റ്റ്യനിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. അല്ല, ആദ്യത്തെ സെൻറ്റൻസ് അല്ലെങ്കിൽ ആദ്യത്തെ പോയിന്റ് വായിച്ചു നോക്ക്. എ സ്റ്റോൺ ഫോളോയിങ് ഡൗൺ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ഹാസ് യൂണിഫോം വെലോസിറ്റി. ഒരു കല്ല് നമ്മൾ ഈ മോളിൽ നിന്ന് താഴോട്ടെടുത്തിടുമ്പോൾ അത് വീഴുന്നത് യൂണിഫോം ആക്സിലറേഷനിലാണ്. അതറിയാം, അതിന് യൂണിഫോം വെലോസിറ്റി ഉണ്ടോ എന്നാണ്. ഞാനൊരു കാര്യം നേരത്തെയും പറഞ്ഞതാണ്, യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ആക്സിലറേഷൻ ഇല്ല. അത് മനസ്സിലായോ? യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ അതിന് ആക്സിലറേഷൻ ഇല്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ഇല്ലേ? അത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ ഒരു സ്റ്റോണിനെ നമ്മൾ മോളിൽ നിന്ന് താഴോട്ടിടുന്നു എന്ന് വിചാരിച്ചോ, അത് യൂണിഫോം ആക്സിലറേഷനിലായിരിക്കും മോളിൽ നിന്ന് താഴോട്ട് വരിക. അങ്ങനെ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റി ആയിരിക്കുമോ? അല്ല. മോളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അതിന് യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും. പക്ഷെ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ യൂണിഫോം വെലോസിറ്റി ആയിരിക്കുമോ? അല്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ലൈറ്റ് ട്രാവൽ ഇൻ വാക്വം വിത്ത് യൂണിഫോം വെലോസിറ്റി. അത് ശരിയാ. എന്തുകൊണ്ടെന്നറിയാമോ? ലൈറ്റ് വാക്വത്തിലൂടെ പോകുമ്പോൾ അതിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം അതിന് തടയാൻ ഒരാളും ഇല്ല. അതിന് മീഡിയം ഇല്ല തടയാൻ, എയറില്ല, അല്ലെങ്കിൽ വേറെ പാർട്ടിക്കിൾസ്, ലൈറ്റിനെ തടയാൻ വേറെ പാർട്ടിക്കിൾസ് ഒന്നുമില്ല. ഇപ്പോൾ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് വാക്വത്തിൽ യൂണിഫോം വെലോസിറ്റി, അതിന് തടയാൻ വേറെ മീഡിയം ഒന്നുമില്ല. അതിൻ്റെ സ്പീഡിനെ കുറയ്ക്കാൻ പറ്റുന്ന മീഡിയം ആരും ഇല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ബി. ഇനി ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് അറൗണ്ട് എർത്ത് ഹാസ് യൂണിഫോം വെലോസിറ്റി, ഹാസ് നോൺ യൂണിഫോം വെലോസിറ്റി. എർത്തിന് ചുറ്റും കിടന്ന് കറങ്ങുന്ന ഓർബിറ്റുകൾ, സാറ്റലൈറ്റുകൾക്ക്, ഏത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾക്ക് എന്ത് നോൺ യൂണിഫോം വെലോസിറ്റി ആണ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണോ ശരിയാണോ? എർത്തിന് ചുറ്റും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ കിടന്ന് കറങ്ങുന്നുണ്ട്, നമ്മളുണ്ടാക്കിയത്. ഈ സാറ്റലൈറ്റുകൾക്ക് നോൺ യൂണിഫോം വെലോസിറ്റി ആണ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് എൻ്റെ ചോദ്യം. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. എന്തുകൊണ്ട് നോൺ യൂണിഫോം വെലോസിറ്റി? ചിലപ്പോൾ കിടന്ന് കറങ്ങുന്ന വെലോസിറ്റി സെയിം ആയിരിക്കും, പക്ഷേ ഈ സർക്കുലാർ പാത്തിൽ കിടന്ന് കറങ്ങുകയാണ്. ഈ സർക്കുലാർ പാത്തിൽ കിടന്ന് കറങ്ങുമ്പോൾ ഈ സർക്കുലാർ പാത്തിൽ കൂടെ കറങ്ങുമ്പോൾ ഓരോ പ്രാവശ്യവും ഡയറക്ഷന് വ്യത്യാസം വരെയില്ലേ? ഇല്ലേ? വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, ഡയറക്ഷനും വെലോസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിൽക്കുന്ന ഒരു സാറ്റലൈറ്റിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ടാൻജൻഷ്യലാണ്. ഇവിടെയാണ് ആ സാറ്റലൈറ്റ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇവിടെയാണെങ്കിലോ ഇങ്ങനെയാണ്. അപ്പോൾ ഓരോ പോയിൻറ്റിനും ഡയറക്ഷൻ ഓഫ് ദി വെലോസിറ്റി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനുള്ളത് നോൺ യൂണിഫോം വെലോസിറ്റി തന്നെയല്ലേ? അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോ, ഈ എർത്തിന് ചുറ്റും കിടന്ന് കറങ്ങുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ എല്ലാം പോകുന്നത് ചിലപ്പോൾ ഒരേ സ്പീഡിലായിരിക്കും. ഒരു സാറ്റലൈറ്റ് പോകുന്നത് ചിലപ്പോൾ ഒരേ സ്പീഡിലായിരിക്കും. പക്ഷേ ഇത് സർക്കുലാർ ഓർബിറ്റിൽ കിടന്ന് കറങ്ങുന്നതുകൊണ്ട് അവിടെ എല്ലാം എപ്പോഴും ചേഞ്ച് ഇൻ ഡയറക്ഷൻ കാണും. അപ്പോൾ ആ വെലോസിറ്റി എന്ന് പറയുന്നത് നോൺ യൂണിഫോം വെലോസിറ്റി തന്നെയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ബിയും ശരിയാണ്. ലൈറ്റ് വാക്വത്തിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരേ വെലോസിറ്റി ആയിരിക്കും. പക്ഷേ എ തെറ്റാണ്. സ്റ്റോൺ വന്ന് വീഴുന്നത് യൂണിഫോം ആക്സിലറേഷനിലായിരിക്കാം. ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ യൂണിഫോം വെലോസിറ്റി ഒരിക്കലും വരില്ല. ഇവർ ശത്രുക്കളാണ്. ആക്സിലറേഷൻ ഉണ്ടോ, യൂണിഫോം വെലോസിറ്റി ആയിരിക്കില്ല. ഡി, ഓൾ ഒബ്ജക്റ്റ് ട്രാവലിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് പോസസ് യൂണിഫോം വെലോസിറ്റി. എല്ലാ ഒബ്ജക്റ്റും, സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റും അവർക്ക് യൂണിഫോം വെലോസിറ്റി ആയിരിക്കുമെന്ന്. ശരിയാണോ അല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. എല്ലാ ഏതൊരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോയാലും ഒരേ സ്പീഡായിരിക്കും എന്നാണ്, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും എന്നാണ് പറയുന്നത്. ശരിയോ തെറ്റോ? തെറ്റാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിനൊരു ലോജിക്ക് ഇല്ല എന്നുള്ളത്. നമ്മളിപ്പോൾ സ്പീഡിൽ ഓടുന്നതെന്ന് വിചാരിച്ചോ, നമ്മളൊരു ഒബ്ജക്റ്റാണ്, നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനിൽ ഓടുന്നു. കുറച്ച് കഴിയുമ്പോൾ തളർന്ന് നമ്മൾ തന്നെ സ്പീഡ് കുറയും. ഈ സ്പീഡ് കുറയണത് യൂണിഫോം വെലോസിറ്റി ആണോ, അല്ലെങ്കിൽ നമ്മൾ ഓടുന്നത് യൂണിഫോം വെലോസിറ്റി ആണോ, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലാണോ നമ്മൾ ഓടുന്നതും കിതയ്ക്കുന്നതും നിൽക്കുന്നതും എല്ലാം? ഒരിക്കലും അല്ല. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോകുമ്പോൾ അത് യൂണിഫോം വെലോസിറ്റിയിലാണ് പോകുന്നത് എന്ന് പറയുന്നതിൻ്റെ മണ്ടത്തരമാണ്. അന്ന് നോൺ യൂണിഫോം വെലോസിറ്റി ആയ ഓടൂലേ.
സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ഓടുമ്പോൾ നമ്മൾ തന്നെ ഓടിക്കഴിഞ്ഞാൽ യൂണിഫോം വെലോസിറ്റിയിലാണോ നമ്മൾ ഓടുന്നത്? ഒരിക്കലും അല്ല. നമ്മളത് ചിന്തിച്ചാൽ മാത്രം മതി. ഇതിൽ ലോജിക്കുമില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എയും ഡിയും. ബിയും സിയും ശരിയാണ്. ഈ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളിലെല്ലാം ചെറുതായിട്ടൊക്കെ ലോജിക്ക് ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ +2 ലെവലിലൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഓപ്ഷൻസ് ഉള്ളതൊക്കെ ആണെങ്കിൽ, ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ലോജിക്ക് എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഈ ലോജിക്ക് ഉപയോഗിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ ആണോ? ഡൗട്ടുണ്ടോ? ഒന്ന് നോക്ക്, ഈ ചോദ്യം ഒന്ന് നോക്ക്. ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ല ഈ നോൺ യൂണിഫോം വെലോസിറ്റി വന്നത്? നമ്മുടെ എർത്തിന് ചുറ്റും ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ കിടന്ന് കറങ്ങുമ്പോൾ ചിലപ്പോൾ കറങ്ങുന്ന ഒരേ വെലോസിറ്റിയിലായിരിക്കും, പക്ഷേ ഡയറക്ഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഡയറക്ഷനും നോക്കണം. ഇവിടെ ഡയറക്ഷൻ എപ്പോഴും മാറുന്നത് കൊണ്ട് ഈ ഇവിടെ ഉള്ളത് നോൺ യൂണിഫോം വെലോസിറ്റിയാണ്. അതാണ് സി. ഇനി എല്ലാ ഒബ്ജക്റ്റും സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റും യൂണിഫോം വെലോസിറ്റി പോകണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഒരിക്കലും ഇല്ല. ഇവിടെ സ്റ്റോൺ വീഴുന്നത് യൂണിഫോം ആക്സലറേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് യൂണിഫോം വെലോസിറ്റി കാണുമോ? ഇല്ല. യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ വെലോസിറ്റി യൂണിഫോം ആയിരിക്കുമോ? അല്ല. ഓക്കെ ആണോ ഇത്? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നെയിം ദി ലോ ഓഫ് മോഷൻ എന്നാണ്. നെയിം ദ ലോ ഓഫ് മോഷൻ വിച്ച് ഹെൽപ്പ് us ടു ഡിഫൈൻ ഫോഴ്സ്. ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ സഹായിക്കുന്ന ന്യൂട്ടൻ്റെ ലോ ഓഫ് മോഷൻ ഏതാണ് എന്നിട്ട് അതിനെ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും 2 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. 2 മാർക്കിൻ്റെ ചോദ്യമാണിത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോ ഓഫ് മോഷൻ ഏതാണെന്ന് നോക്കുക. ഏത് ലോ ഓഫ് മോഷനിലാണ് നമുക്ക് ഫോഴ്സിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ ലോയിനെ സ്റ്റേറ്റ് ചെയ്യുക. ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇത് 2 മാർക്കൊക്കെ ആയിരിക്കും. നമ്മളിത് ഏത് ലോ ആയിരിക്കും? ന്യൂട്ടൻ്റെ ഏത് ലോയിലാണ് ഫോഴ്സിനെ പറ്റി പറയുന്നത്? ന്യൂട്ടൻ്റെ 1-ാം ചലന നിയമമാണോ, 2-ാം ചലന നിയമമാണോ, 3-ാം ചലന നിയമമാണോ? ന്യൂട്ടൻ്റെ 2-ാം ചലന നിയമത്തിലാണ്, സെക്കൻഡ് ലോ ഓഫ് മോഷനിലാണ് ആരെ പറ്റി പറഞ്ഞിരിക്കുന്നത്? ഫോഴ്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇനി അപ്പോൾ കിട്ടി, 2ാമത്തെ ലോയാണ്. ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ എഴുതേണ്ടി വരും. എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഓർമ്മയുണ്ടോ? ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓർമ്മയുണ്ടോ? The rate of change of momentum of a body is directly proportional to the applied unbalanced external force, and the rate of change of momentum of a body is in the direction of the resultant unbalanced external force. എങ്ങനെ? The rate of change of momentum of a body is directly proportional to the equation കൂടെ അതേപോലെ എഴുതി വരാം. The rate of change of momentum of a body, P indicates momentum, is directly proportional to the force, external unbalanced force, and the directional rate of change of momentum is in the direction of the applied force. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിൻ്റെയും ഡയറക്ഷൻ. ഇവിടെ അപ്പോൾ dp/dt is directly proportional to the external unbalanced force ആണേ. മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P = mv അല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെൻറ്റം. അപ്പോൾ d/dt ഓഫ് പിക്ക് വരെ എന്തെഴുതും? mv ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫ് അല്ലേ? d/dt ഓഫ് പിക്ക് വരെ എന്തെഴുതും? mv ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫ്. ഇവിടെ മാസ് എന്ന് പറയുന്നതിന് വ്യത്യാസമില്ല, റേറ്റ് ഓഫ് ചേഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാസിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഒരിക്കലും ഇല്ല. മാസ് ഒരു ചേഞ്ചും ഇല്ല. വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്. സമയത്തിനനുസരിച്ച് വെലോസിറ്റി മാറുന്നതിനെ നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നു അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ? ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫ്. ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ മാറ്റി ഈക്വൽ ടു സിമ്പൽ ആക്കാൻ നമ്മളൊരു കോൺസ്റ്റൻറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് KMA. അല്ലെങ്കിൽ F = MA എന്ന് എഴുതിയാലും മതി. കാരണം Kൻ്റെ വാല്യൂ 1 ആണ്. F = MA എന്ന് എഴുതിയാലും മതി. എങ്ങനെ? The rate of change of momentum of a body is directly proportional to the applied external unbalanced force, and the directional rate of change of momentum is in the direction of force. dp/dt is directly proportional to f. P ൻ്റെ ഇക്വേഷൻ P = mv. ഇപ്പോൾ d/dt of mv. റേറ്റ് ഓഫ് ചേഞ്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. മാറ്റം വരുന്നത്, മാസിന് മാറ്റം വരുമോ? ഇല്ല. മാസ് അതുകൊണ്ട് വെറുതെ എഴുതിയാൽ മതി.
ഇനി മാസിന് മാറ്റം വന്നില്ല പിന്നെ ആർക്ക് മാറ്റം വരും? വെലോസിറ്റിക്ക് മാറ്റം വരും. വെലോസിറ്റിക്ക് മാറ്റം വന്നാൽ ആക്സിലറേഷൻ ആവും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫ്. പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റൻറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഒരു നമ്പറിനെ കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. ആ നമ്പർ 1 ആണ്. ഇപ്പം പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ മാറ്റി ഈക്വൽ ടു സിമ്പലാകും. ഫിസിക്സിലെ റൂൾ അങ്ങനെയാണ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് ഏതെങ്കിലും നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എഫ് ഈക്വൽ ടു കെ എം എ. ഈ കെ എന്നതിൻ്റെ വാല്യൂ, കെൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പോൾ എഫ് ഈക്വൽ ടു എം എ എന്ന് എഴുതും. 1 × എം എ എം എ. ഫോഴ്സിനെ പറ്റി പറയുന്നത് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമമാണ്. എന്നെ സ്റ്റേറ്റ് ചെയ്യുക. 2 മാർക്കിനാണെങ്കിൽ ഇത് എഴുതി വെച്ചാൽ അത്രയും നല്ലത്, 2 മാർക്കും കിട്ടും. ചിലപ്പോൾ ഇത് എഴുതാത്തതിന് 1 മാർക്ക് 1/2 മാർക്ക് കട്ട് ചെയ്യും. അതിനും കാട്ടി നല്ലത് മാർക്ക് നമുക്ക് കളയാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, അല്ലെങ്കിൽ സെക്കൻഡ് ലോയിലാണ് പറയുന്നതെന്ന് ആദ്യം എഴുതുക. സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, ഈ ചെറിയൊരു ഡെറിവേഷൻ എഴുതി വെച്ച് കൊടുത്താൽ നമുക്ക് 2 മാർക്കാണ്, 2 മാർക്ക് ഫുള്ളും കിട്ടും. ഓക്കെ. ഈ ഒരു ക്വസ്റ്റിനെ കിട്ടുമ്പോഴേ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി കൊടുക്കുക. എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. ഇപ്പോൾ 2 മാർക്കിനാണ് ചിലപ്പോൾ ഇതിൻ്റെ എസ് ഐ യൂണിറ്റ് എഫ് ഈക്വൽ ടു ഇതിൻ്റെ എസ് ഐ യൂണിറ്റ് എഴുതുക, kg m/s², kg m/s² എന്നൊക്കെ എഴുതുക. കിടക്കട്ടത് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ അതൊക്കെ. നമുക്ക് മാർക്ക് എന്തായാലും കൂടുതൽ കിട്ടിയാലേ ഉള്ളൂ, കുറയൂല. ശരി, അടുത്ത ചോദ്യം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എയും ബിയും ഫില്ല് ചെയ്യണം. പ്രോപ്പർലി ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ എയും ബിയും എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. മീഡിയത്താണ് കിടക്കുന്നത് എയർ വാട്ടർ ഗ്ലാസ്. നമ്മുടെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിലാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് നോക്കിയാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് എയറിൽ 3 × 10⁸ m/s, വാട്ടറിൽ 2.25 × 10⁸ m/s. ഗ്ലാസ്സിലെ സ്പീഡ് കണ്ടുപിടിക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, എയർ വാട്ടറിൻ്റെ കണ്ടുപിടിക്കണം. ഇതാണ് എ, ഇതാണ് ബി. നമുക്കാദ്യം എ ചെയ്ത് നോക്കാം. വെള്ളത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ അറിയണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണമെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആറല്ല, ഇക്വേഷൻ n ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം നോക്കണം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം, ഇൻ ദി മീഡിയം. ഏത് മീഡിയമാണോ ആ മീഡിയം. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലൈറ്റ് വാക്വത്തിൽ കൂടെ പോകുന്ന സ്പീഡ് എത്ര, എന്നിട്ട് ലൈറ്റ് നമ്മൾ ഏത് മീഡിയത്തിലോട്ടാണോ എടുക്കേണ്ടത്, ഇവിടെ വാട്ടറാണ്, വാട്ടറിൽ കൂടെ ഒഴുകുന്നതിൻ്റെ സ്പീഡ് എത്ര, അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ നോക്കാം. ഈ ഇക്വേഷൻ മനസ്സിൽ ആലോചിച്ച് വെച്ചോണേ. n = ലൈറ്റ് വാക്വത്തിൽ കൂടെ അല്ലെ എയറിലൂടെ പോകുന്ന ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ 3 × 10⁸ m/s ഡിവൈഡഡ് ബൈ, ഇത് 8 ആണ്, ഡിവൈഡഡ് ബൈ വാട്ടറിൽ കൂടെ പോകുന്ന ലൈറ്റിൻ്റെ സ്പീഡ് 2.25 × 10⁸ m/s. 10⁸ കട്ടായി പോകും. ഈ കളർക്ക് 10⁸ കട്ടായി പോകും. 3നെ 2.25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ചെയ്ത് നോക്കുമ്പോൾ 1.33 എന്ന് കിട്ടും. ഇതാണ് ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഒന്നുകൂടെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഓർ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഇവിടെ ഏതാണ് ആ മീഡിയം? വാട്ടർ. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 10⁸ കട്ടായി പോവും. 3നെ 2.25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1.33 എന്ന് കിട്ടും. ഇനി ഇവൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് ഇല്ല, റേഷ്യോകൾക്ക് യൂണിറ്റ് ഇല്ല. കാരണം ഈ m/s രണ്ടും അടിച്ചു പോകും, യൂണിറ്റ് ഇല്ല. ഇപ്പോൾ യൂണിറ്റ് ഒന്നും എഴുതി നമ്മൾ കൂടുതൽ സമയം കളഞ്ഞ് മാർക്ക് കളയരുത്. യൂണിറ്റ് ഇല്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്, ഓർക്കുക എപ്പോഴും. ഇനി ഇതിൻ്റെ ബി പാർട്ട്, നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയാം, ഗ്ലാസ്സിൽ കൂടെ പോകുന്ന ലൈറ്റിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കണം. എളുപ്പം, ഇതേ ഇക്വേഷൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് = സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഓർ വാക്വം 3 × 10⁸ m/s ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് വെൻ ട്രാവലിംഗ് ത്രൂ ഗ്ലാസ്. അത് നമുക്ക് അറിഞ്ഞൂടാ, അത് എക്സ് എന്ന് വിചാരിച്ചോ. എക്സ് നമുക്ക് അറിഞ്ഞൂടാ, ഗ്ലാസ്സിൽ കൂടെ പോകുന്ന ലൈറ്റിൻ്റെ സ്പീഡ് അറിഞ്ഞൂടാ. പക്ഷേ ഇവിടെ എന്നിൻ്റെ വാല്യൂ അറിയാം. എത്ര? 1.5 ഇല്ലേ? ഇപ്പോൾ ഇവിടെ n വരെ എന്ത് എഴുതുക? 1.5 എഴുതുക. എന്താ 2 കളർ? 1.5 എഴുതുക. ഇനി എക്സ് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? ഈ എക്സിനെ മുകളിലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ x = 3 × 10⁸ divided by 1.5.
എങ്ങനെ ഡിവൈഡ് ബൈ 1.5? എക്സിന് മുകളിലോട്ട് കൊണ്ടുപോയി 1.5ന് താഴോട്ട് കൊണ്ടുവന്ന്. അപ്പോൾ എക്സ് ഇസിക്വൽ ടു 3 × 10⁸ ഡിവൈഡഡ് ബൈ 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 1.5. നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിഞ്ഞുകൂടാ. 1.5നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 3 കിട്ടും. പിന്നെ 1.5 + 1.5 അല്ലേ 3. ഇപ്പോൾ 1.5നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 3, 2 പ്രാവശ്യം ആഡ് ചെയ്താൽ തന്നെ 3 കിട്ടും. അത് തന്നെ മൾട്ടിപ്ലിക്കേഷനും. എക്സ് ഇസിക്വൽ ടു 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. കണ്ട സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് കിട്ടിയില്ലേ? അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കണ്ടുപിടിക്കാം. ഏത് മീഡിയത്തിലൂടെയാണ് പോകുന്നത് ആ മീഡിയത്തിൻ്റെ ലൈറ്റിൻ്റെ സ്പീഡും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ നോക്ക്. ഇപ്പോൾ ഇവിടെ എയർ, വാട്ടർ, ഗ്ലാസ് തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച രീതി ഏത്? ഇതേ ഇക്വേഷൻ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ. ഇതിൻ്റെ എത്രയെന്ന് കിട്ടി? 1.33 എന്ന് കിട്ടി. ഇവിടെ ഗ്ലാസിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കണം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയാം. ഇതേ ഇക്വേഷനിൽ നമ്മൾ ഇവിടെ എക്സ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രയെന്ന് കിട്ടും? 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഗ്ലാസ്സിലൂടെ വെള്ളം പോകുമ്പോൾ സ്പീഡ് വളരെ കുറവായിരിക്കും. ഗ്ലാസ്സിലൂടെ ലൈറ്റ് പോകുമ്പോൾ, ഗ്ലാസ്സിലൂടെ വെള്ളം പോകുമ്പോഴല്ല, ഗ്ലാസ്സിലൂടെ ലൈറ്റ് പോകുമ്പോൾ സ്പീഡ് വളരെ കുറവായിരിക്കും. 2 × ആയിരിക്കും. കണ്ടോ? ഓക്കെ ആണോ? നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഈ ഗ്രാഫ് ഒന്ന് ഒബ്സർവ് ചെയ്യണം. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. 3ഉം വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഈ ഗ്രാഫ് 3 കണ്ടിട്ട് നേരെ താഴോട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്ക്. ഇൻ വിച്ച് ഗ്രാഫ് ഡസ് ദ ഒബ്ജക്റ്റ് ഹാവ് യൂണിഫോം ആക്സിലറേഷൻ? ഏത് ഗ്രാഫിലാണ് യൂണിഫോം ആക്സിലറേഷൻ ഉള്ളതെന്നാണ് ചോദ്യം. ഏത് ഗ്രാഫ്? ഇതിൽ ഏത് ഗ്രാഫിലാണ് യൂണിഫോം ആക്സിലറേഷൻ കാണാൻ പറ്റുന്നത്? ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം സെക്കൻഡ് ആണെന്നുള്ളത്. കണ്ട, ചേഞ്ച് ഇൻ വെലോസിറ്റി ഇല്ലേ? വെലോസിറ്റി ചേഞ്ച് ആണെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ട്. ഇത് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആയതുകൊണ്ട് അവിടെ യൂണിഫോം ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ ഏത് ഗ്രാഫിലാണ് ഇവിടെ യൂണിഫോം ആക്സിലറേഷൻ ഉള്ളത്? വെലോസിറ്റി ടൈം ഗ്രാഫ് ഈ സെക്കൻഡ് 1 ആണ്. ഇനി ഏത് ഗ്രാഫിലാണ് ദി ഒബ്ജക്റ്റ് ഹാവ് ആക്സിലറേഷൻ ആൻഡ് ഡീസിലറേഷൻ? ഏത് ഗ്രാഫിലാണ് ആക്സിലറേഷനും ഡീസിലറേഷനും ഉള്ളത് എന്നാണ് ചോദ്യം. ഇതിൽ ഏത് ഗ്രാഫിലാണ് ആക്സിലറേഷൻ ഡീസിലറേഷൻ ഉള്ളതെന്നാണ്. തേർഡല്ലേ? ആക്സിലറേഷനും ഉണ്ട്, ഡീസിലറേഷനും ഉണ്ട്. അപ്പോൾ ആക്സിലറേഷനും ഡീസിലറേഷനും ഉള്ളത് ഏത് ഗ്രാഫിലാണ്? ഈ തേർഡ് ഗ്രാഫിലാണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് തരം ഗ്രാഫുകൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റിലെടുത്ത് ഈ ഗ്രാഫൊക്കെ പഠിക്കണം. ഈ ഗ്രാഫിൽ നമ്മൾ ഏതാണ് യൂണിഫോം ആക്സിലറേഷൻ, ഏതാണ് യൂണിഫോം വെലോസിറ്റി, ഏതാണ് റിട്ടാർഡേഷൻ, പിന്നെ ഏതാണ് യൂണിഫോം സ്പീഡ്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമേ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഏത് ഗ്രാഫിലാണ് യൂണിഫോം ആക്സിലറേഷൻ ഉള്ളത്? സെക്കൻഡ് ഗ്രാഫിലാണ്. ഏത് ഗ്രാഫിലാണ് ആക്സിലറേഷനും ഡീസിലറേഷനും കാണിച്ചിട്ടുള്ള? തേർഡ് ഗ്രാഫിലാണ്. ഓക്കെ ആണോ? ഇതേപോലെയുള്ള ഗ്രാഫുകൾ നമ്മൾ എപ്പോഴും ടെക്സ്റ്റിൽ നിന്ന് എടുത്ത് പഠിക്കേണ്ടതാണ്. എന്നാലേ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റൂ. അപ്പോൾ ഇപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസേ നോക്കിയിട്ടുള്ളൂ. ഇനി നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കുന്നതായിരിക്കും. ഇന്ന് പഠിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് എഴുതി നോക്കുക. ടെക്സ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ട് ഈ വീഡിയോ ഒന്നുകൂടെ കാണുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെയും താങ്ക് യു.